നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. കുന്നംകുളം ഉപജില്ലാ കലോത്സവം 584 പോയിന്റോടെ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂൾ ഓവറോൾ കിരീടം സ്വന്തമാക്കി. പന്നിത്തടം കോൺകോഡ് സ്കൂൾ 388 പോയിന്റിന് രണ്ടാം സ്ഥാനവും വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് സ്കൂൾ 345 പോയിന്റോടെ മൂന്നാം സ്ഥാനത്തിനും അർഹരായി. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ LP വിഭാഗത്തിൽ 3 സ്കൂളുകൾ ഒന്നാമതെത്തി. കുന്നംകുളം HC ഗവൺമെന്റ് UP സ്കൂൾ, ചൊവ്വന്നൂർ MTS LP സ്കൂൾ, കുന്നംകുളം ബദനി സെന്റ് ജോൺസ് സ്കൂൾ എന്നിവയാണ് 65 പോയിന്റ് നേടി ഒന്നാം സ്ഥാനത്തെത്തിയത്. 63 പോയിന്റ് നേടി മറ്റം സെന്റ് മേരീസ് LP സ്കൂൾ, കരിക്കാട് അൽ അമീൻ സ്കൂൾ, പന്നിത്തടം കോൺകോഡ് സ്കൂൾ രണ്ടാം സ്ഥാനത്തിന് അർഹരായി. UP വിഭാഗത്തിൽ 80 പോയിന്റ് നേടി ചിറളയം HCC ഗവൺമെന്റ് UP സ്കൂൾ ഒന്നാം സ്ഥാനം നേടി. കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂൾ, ആര്യമ്പാടം സർവോദയം സ്കൂൾ, ചൊവ്വന്നൂർ സെന്റ് മേരീസ് സ്കൂൾ എന്നിവ 76 പോയിന്റ് നേടി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ കുന്നംകുളം ബദനി സെന്റ് ജോൺസ് EMHSS ഒന്നാം സ്ഥാനവും ചൂണ്ടൽ LIGHS രണ്ടാം സ്ഥാനവും കുന്നംകുളം BCGHS മൂന്നാം സ്ഥാനവും നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുന്നംകുളം GVHSS ബോയ്സ് സ്കൂൾ ഒന്നാമതെത്തി. ബദനി സെന്റ് ജോൺസ് സ്കൂൾ രണ്ടാം സ്ഥാനവും വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ സ്കൂൾ മൂന്നാം സ്ഥാനത്തിനും അർഹരായി. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ സമഗ്ര കവറേജിനുള്ള പുരസ്കാരം CCTVക്ക്. 4 ദിവസങ്ങളിലായി നടന്ന കലോത്സവ കാഴ്ചകൾ ലൈവായും വാർത്തകളിലൂടെയും സ്പെഷ്യൽ റിപ്പോർട്ടിംഗിലൂടെയും പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാൻ CCTVക്ക് കഴിഞ്ഞു. കലോത്സവ നഗരിയിൽ പ്രത്യേകം തയ്യാറാക്കിയ CCTVയുടെ തത്സമയ സ്റ്റുഡിയോ കലോത്സവത്തിന്റെ പകിട്ട് വർദ്ധിപ്പിച്ചിരുന്നു. ഓരോ മത്സരാർത്ഥികളും ടീമുകളും പ്രശസ്തരായ കലാകാരന്മാരും CCTV സ്റ്റുഡിയോയിലെത്തി കലാപരിപാടികൾ അവതരിപ്പിച്ചും കലോത്സവ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. കലോത്സവ നഗരിയിലെത്തിയ കാണികളും CCTV സ്റ്റുഡിയോയിലെത്തി ഫോട്ടോ എടുത്താണ് മടങ്ങിയത്. മികച്ച റിപ്പോർട്ടിംഗിനും വാർത്താ കോർഡിനേഷൻ മികവിനും CCTV സീനിയർ റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടിയെയും ക്യാമറാമാൻ ഇബ്രാഹിം പഴവൂരിനെയും സമാപന യോഗത്തിൽ സംഘാടകർ പ്രത്യേകം പ്രശംസിച്ചു. ക്യാമറ, റിപ്പോർട്ടിംഗ്, തത്സമയ അവതാരകർ, മിക്സിംഗ് തുടങ്ങി വിവിധ സാങ്കേതിക വിദഗ്ധരും ഡയറക്ടർമാരും ഓപ്പറേറ്റർമാരും ഉൾപ്പെടെ CCTVയുടെ വലിയൊരു ടീമാണ് കലോത്സവ സംപ്രേഷണത്തിന്റെ പുറകിൽ പ്രവർത്തിച്ചത്. കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജേർണലിസം വിദ്യാർത്ഥികളുടെ സേവനവും ഉണ്ടായിരുന്നു. സമാപന സമ്മേളനത്തിൽ പബ്ലിസിറ്റി കമ്മിറ്റി നൽകിയ പുരസ്കാരം കുന്നംകുളം AEO A മൊയ്തീൻ, പബ്ലിസിറ്റി കൺവീനർ ജീസൻ കാക്കശ്ശേരി, കമ്മിറ്റി അംഗം PT കിറ്റോ എന്നിവർ ചേർന്ന് സമ്മാനിച്ചു. CCTV ഡയറക്ടർമാരായ KC ജോസ്, VK പ്രമോദ്, CL ബിജു, മാനേജർ സിൻഡോ, ബാബു പോൾ, സീനിയർ റിപ്പോർട്ടർ റഷീദ് എരുമപ്പെട്ടി, ഓപ്പറേറ്റർ രാധിക കൃഷ്ണകുമാർ, റിപ്പോർട്ടർ KR രാധിക, ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴവൂർ, ചീഫ് ടെക്നീഷ്യൻ ഭരതൻ എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച ശബ്ദവും വെളിച്ചവും ഒരുക്കി കൂനമുച്ചി MB ബേസ് ഇവന്റ്സ്. സമാപന സമ്മേളനത്തിൽ കുന്നംകുളം AEO A മൊയ്തീനിൽ നിന്ന് MB ബേസ് ഇവന്റ്സ് ഉടമ ബാബു പോൾ മൊമന്റോ ഏറ്റുവാങ്ങി. 10 വർഷത്തിലധികമായി ജില്ലാ കലോത്സവങ്ങളിൽ ശബ്ദവും വെളിച്ചവും നൽകി പരിചയമുള്ള MB ബേസ് ഇവന്റ്സ് ശബ്ദ വെളിച്ച സംവിധാനങ്ങൾ മികവുറ്റ രീതിയിലാണ് ഒരുക്കിയത്. 15 വേദികളിലാണ് ഒരേ സമയം വിവിധ മത്സരങ്ങൾ നടന്നത്. എല്ലാ സ്റ്റേജുകളിലും കുറ്റമറ്റ രീതിയിൽ ടെക്നിക്കൽ സംവിധാനങ്ങൾ ഒരുക്കിയതിനാണ് ആദരം. ഗുരുവായൂർ ബ്രഹ്മകുളത്ത് തെരുവ് നായ റോഡിനു കുറുകെ ചാടിയതിനെ തുടർന്ന് ബൈക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യാത്രക്കാരന് പരിക്കേറ്റു. ചെമ്മണ്ണൂർ വാഴപ്പള്ളി വീട്ടിൽ ജോഷിക്കാണ് പരിക്കേറ്റത്. രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റയാളെ ആക്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് CCTV സംഘടിപ്പിക്കുന്ന ജനവിധി 2025 തത്സമയ സംവാദത്തിന് ശനിയാഴ്ച തുടക്കമാകും. കാർഷിക പ്രാധാന്യമേറെയുള്ള കാട്ടകമ്പാൽ പഞ്ചായത്തിലെ പ്രതിനിധികളാണ് ആദ്യ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഭരണപക്ഷത്തെ CPM-നെ പ്രതിനിധീകരിച്ച് PA യദുകൃഷ്ണൻ, പ്രതിപക്ഷത്തെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് MS മണികണ്ഠൻ, BJP-യെ പ്രതിനിധീകരിച്ച് ഏക മെമ്പർ പ്രദീപ് കുനത്ത് എന്നിവർ പങ്കെടുക്കും. ഉച്ചയ്ക്ക് 3 മണി മുതൽ CCTV ന്യൂസ് ചാനലിലും YouTube ചാനലിലും തത്സമയം സംപ്രേഷണം ചെയ്യും.
ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ അന്യദേ പെരുന്നാൾ ആഘോഷിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തോടുകൂടി ആരംഭിച്ച അന്യദേ പെരുന്നാളിൽ നിരവധി വിശ്വാസികളിൽ കല്ലറകളിൽ മെഴുകുതിരി തെളിയിച്ചു. ശനിയാഴ്ച സെമിത്തേരി ചാപ്പലിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കത്തീഡ്രൽ പള്ളിയിൽ നിന്നും വെള്ളം തെളി ശുശ്രൂഷയും സെമിത്തേരി ചുറ്റിക്കൊണ്ടുള്ള പ്രദക്ഷിണവും കത്തീഡ്രലിൽ വിശുദ്ധ കുർബാനയും നടന്നു. കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾക്ക് നേർച്ചയുമുണ്ടായി. വികാരി ഫാദർ VM ശമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, ട്രസ്റ്റി റെജി CI, സെക്രട്ടറി ബെന്നി KS എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. SJ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുക്കുന്ന അയ്യപ്പ ഭക്തിഗാനം പ്രകാശനം ചെയ്തു. പ്രശസ്ത ഗാനരചയിതാവ് BK ഹരിനാരായണന്റെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ നെയ്യഭിഷേകം മണികണ്ഠന് എന്ന അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പ്രകാശനം BK ഹരിനാരായണൻ നിർവഹിച്ചു. ചടങ്ങിൽ ഗാനത്തിന്റെ രചയിതാവ് ജയൻ പാതാക്കര, സംഗീതം ആലാപനം നിർവഹിച്ച സുരേഷ് പ്രിയദർശിനി, വയലിൻ കീബോർഡിസ്റ്റ് രവീന്ദ്രൻ, സംഗീതാധ്യാപകനും സംഗീത സംവിധായകനുമായ ബാലൻ പെരുമ്പിലാവ്, ഷീജ ജയൻ, മൃദുൽ മാളവിക എന്നിവർ പങ്കെടുത്തു. വലിയൊരു സന്തോഷത്തിലാണ് ഞാൻ വീണ്ടും നിൽക്കുന്നത്. നമ്മുടെ നാടിൻ്റെ കലാകാരന്മാർ വീണ്ടും ഒരു പാട്ടായിട്ട് വരികയാണ്. മണ്ഡലമാസം ആരംഭമാണ്. ഈ മണ്ഡലമാസത്തിൽ ഒരു അയ്യപ്പ ഭക്തിഗാനമായിട്ടാണ് ഈ കൂട്ടുകെട്ട് വീണ്ടും എത്തുന്നത്. ഒരുപാട് പാട്ടുകൾ ചെയ്ത ഒരു കൂട്ടുകെട്ടാണ്. പ്രിയപ്പെട്ട ജയേട്ടൻ പാതാക്കര എഴുതി, സുരേഷ് പ്രിയദർശിനി സംഗീതം ചെയ്ത് പാടിയ ഒരു പാട്ടാണ് ഇപ്പോൾ വരുന്നത്. SJ പ്രൊഡക്ഷൻസിൻ്റെയാണ്. നെയ്യഭിഷേകം മണികണ്ഠന് എന്നാണ് ഈ ആൽബത്തിൻ്റെ പേര്. ഇത് നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പോൾ നിങ്ങൾ കാണുക, കേൾക്കുക. ഇതിൽ പ്രവർത്തിച്ച കലാകാരന്മാരാണ് ഈ നിൽക്കുന്നതൊക്കെ. ഇവരെ നിങ്ങൾ ശിശുദിനത്തോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ നടന്ന പരിപാടികളുടെ വിശദാംശങ്ങളിലേക്ക്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡ് 12-ലെ സെന്റ് നമ്പർ 34 അമ്മു മെമ്മോറിയൽ അംഗനവാടിയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ശിശുദിനം ആഘോഷിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനത്തിൽ ശിശുദിനാഘോഷ പരിപാടികളോടനുബന്ധിച്ച് നടത്തിയ ഘോഷയാത്രയിൽ നെഹ്റുവിന്റെ വേഷത്തിൽ കുട്ടികൾ കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സന്ദർശനം നൽകി. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്ത KP, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശോഭ, ആരോഗ്യ പ്രവർത്തകർ, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മായ ബിജു, ജേക്കബ് C, ബിജു VL, ശരത് TS, അംഗനവാടി ടീച്ചർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പങ്കെടുത്ത കുട്ടികൾക്ക് മധുരപലഹാരം വിതരണം ചെയ്തു. അംഗനവാടിക്ക് ഉപഹാരവും നൽകി. പഴഞ്ഞി മാർ ബസേലിയോ സ്കൂളിൽ ശിശുദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കുട്ടികൾ മുഴുവൻ ചാച്ചാജയായാണ് സ്കൂളിലേക്ക് വന്നത്. പനിനീർപ്പൂക്കളും ബലൂണുകളും നൽകി കുഞ്ഞുങ്ങളെ സ്വീകരിച്ചു. ശിശുദിന റാലിയും കുഞ്ഞുങ്ങളുടെ കലാപ്രകടനങ്ങളും ശിശുദിനാഘോഷത്തിന് മാറ്റേകി. മനോഹരമായ ശിശുദിന ആശംസകളും കാർഡുകളും ബാഡ്ജുകളും ഒരുക്കിയിരുന്നു. വിവിധയിനം മത്സര പരിപാടികളും നടന്നിരുന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ G. ജോർജ് ശിശുദിന സന്ദേശം നൽകി. അധ്യാപകരായ നിസ വർഗീസ്, സിസി KT, രമ്യ സുനീഷ്, ഷാനിഭ റസാഖ്, ഷിൻഡു ഷിജു എന്നിവർ നേതൃത്വം നൽകി. ശിശുദിനത്തിനോടനുബന്ധിച്ച് ഒയിറ്റ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകൾക്ക് വേദിയൊരുക്കിയ കിഡ്സ് ഫെസ്റ്റ് 2025 സ്കൂൾ പ്രിൻസിപ്പൽ സുമ അച്യുതൻ ദീപം കൊളുത്തി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. KG ടീച്ചർ ബീന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനറൽ കോർഡിനേറ്റർ സുമ A, PTMA വൈസ് പ്രസിഡന്റ് നിഷ സെൽബൻ, എക്സിക്യൂട്ടീവ് മെമ്പർ സിമി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് വിവിധ കലാമത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ഷിനിയുടെ നന്ദി പ്രകാശനത്തിനോടുകൂടി കിഡ്സ് ഫെസ്റ്റിന് സമാപനം കുറിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 11,465 രൂപ, പവന് 91,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 170 രൂപ. ചരമം പുന്നയൂർക്കുളം ചമ്മന്നൂർ മുഹമ്മദ് നിര്യാതനായി 77 വയസ്സായിരുന്നു. റോയൽ എൻഫീൽഡ് മദ്രാസിൽ ദീർഘകാലം ടെക്നീഷ്യനായിരുന്നു. ഖബറടക്കം നടത്തി ജമീല ഭാര്യയും ഹർഷാദ് മകനുമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.